അമേരിക്കയിലേക്ക് പോകുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് നാളെ അധികാരമേൽക്കുകയാണ്. രണ്ടാം തവണ പ്രസിഡന്റ് പദത്തിലെത്തുന്ന റിപ്പബ്ലിക്കൻ നേതാവ് തന്റെ വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നടപ്പാക്കുമെന്ന് ജിജ്ഞാസയോടെ ഉറ്റുനോക്കുകയാണ് ലോകം. വൈസ് പ്രസിഡന്റ് JD വാൻസും US ക്യാപിറ്റോളിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ലോകരാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് കാരണക്കാരനായ ഡൊണാൾഡ് ട്രംപ് അസാധാരണമാം വിധം തണുപ്പുള്ളൊരു ദിവസമായിരിക്കും ബൈബിൾ സത്യപ്രതിജ്ഞ ചെയ്യുക. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഇതാദ്യമായാണ് ചടങ്ങുകൾ ഇൻഡോറായി നടക്കുന്നത്. തിങ്കളാഴ്ച ഈസ്റ്റേൺ ടൈം ഉച്ചയ്ക്ക് 12 മണിക്കാണ് സത്യപ്രതിജ്ഞ. പിന്നീട് ഔദ്യോഗികമായി അധികാരമേറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഉദ്ഘാടന പ്രസംഗം നടക്കും. ചടങ്ങുകൾക്ക് ശേഷം സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും വിടവാങ്ങൽ ചടങ്ങിലും ആചാരപരമായ യാത്രയയപ്പിലും പങ്കെടുക്കും. തുടർന്ന് സെനറ്റ് ചേംബറിൽ ഒപ്പുവെക്കൽ ചടങ്ങ് നടക്കും. ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ഉച്ചഭക്ഷണ വിരുന്ന് സ്റ്റാച്യുറി ഹാളിൽ നടക്കും. കൂടാതെ കിഴക്കുഭാഗത്ത് മുൻവശത്തെ പടികളിൽ ഒരു സൈനിക പ്രകടനം ഉണ്ടാകും. രാവിലെ 5 മണി മുതൽ തന്നെ നാഷണൽ മാളിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്കായി സുരക്ഷാ പരിശോധനകൾ ആരംഭിക്കും. സെയിന്റ് ജോൺസ് എപ്പിസ്കോപ്പൽ പള്ളിയിൽ പ്രഭാത ശുശ്രൂഷ ചടങ്ങുകൾ നടക്കും. ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലാനി ട്രംപും സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനും പ്രഥമ വനിത ജിൽ ബൈഡനും തമ്മിൽ വൈറ്റ് ഹൌസിൽ ചായ സൽക്കാരത്തിനായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9:30 ക്യാപിറ്റോളിന്റെ വെസ്റ്റ് ലോണിൽ കാരി അണ്ടർവുഡ് അമേരിക്ക ദ ബ്യൂട്ടിഫുൾ എന്ന ഗാനം ആലപിക്കും. അതിനുശേഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഉച്ചയ്ക്ക് 3 മണിക്ക് പെൻസിൽവേനിയ അവന്യൂയിലൂടെ വൈറ്റ് ഹൌസിലേക്ക് പ്രസിഡൻഷ്യൽ പരേഡ് നടക്കും. അതിൽ സൈനിക റെജിമെന്റുകൾ, മാർച്ചിംഗ് ബാൻഡുകൾ, ഫ്ലോട്ടുകൾ എന്നിവയുണ്ടാകും. വൈകുന്നേരം ട്രംപ് 3 ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കും. അത് ദ കമാൻഡർ ഇൻ ചീഫ് ബോൾ, ദ ലിബർട്ടി ഇനോഗ്രൽ ബോൾ, ദ സ്റ്റാർലൈറ്റ് ബോൾ എന്നിവയാണ്. ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രലിൽ ദേശീയ പ്രാർത്ഥനാ ശുശ്രൂഷയോടെ ഉദ്ഘാടന പരിപാടികൾ സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്ന ന്യൂസ് ഡെസ്കിൽ നിന്നും. KP, ഗുഡ് മോർണിംഗ്. എന്തായാലും രണ്ടാം തവണ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ വലിയ ജിജ്ഞാസ എല്ലാവർക്കുമുണ്ട്. എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് പരിപാടികൾ, സത്യപ്രതിജ്ഞ? ഗുഡ് മോർണിംഗ് അശ്വതി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ടാം തവണയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അമരത്തേക്ക് എത്തുന്നത്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ മധുര പ്രതികാരം എന്നുകൂടി പറയാം. പ്രത്യേകിച്ച് 4 വർഷങ്ങൾക്ക് മുമ്പ് US ക്യാപിറ്റോളിലേക്ക് ട്രംപ് അനുകൂലികൾ ഇരച്ചെത്തിയ സംഭവം അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അതിനുശേഷം ആദ്യമായാണ് ട്രംപ് ഈ തലസ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അമേരിക്കയുടെ അമരത്ത് അല്ലെങ്കിൽ അമേരിക്കയെ നയിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത്. ഇന്ന് സൈന്യത്തിന്റെ അർലിംഗ്ടൺ ദേശീയ സെമിത്തേരിയിൽ അദ്ദേഹം ആദരം അർപ്പിക്കുന്നുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ടത് ഇന്ത്യക്ക് വേണ്ടി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗം ആകുന്നത് എന്നുള്ളതാണ്. എന്തായാലും അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് പദത്തിലേക്ക് ട്രംപ് എത്തുമ്പോൾ ഒട്ടേറെ വെല്ലുവിളികൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്ന് വേണം പൊതുവെ വിലയിരുത്താൻ. അല്പസമയം മുമ്പ് നമ്മൾ ഹമാസുമായി ബന്ധപ്പെട്ട വാർത്ത ER രാഗേഷ് റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. ഹമാസും അതോടൊപ്പം തന്നെ ഇസ്രായേലും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയെങ്കിൽ പോലും അവസാന നിമിഷം അത് അനിശ്ചിതത്വത്തിലാകുന്ന സാഹചര്യമുണ്ടാകുന്നു. ഹമാസ് ഇസ്രായേലിൽ നിന്നുള്ള തടവുകാരെ അല്ലെങ്കിൽ ബന്ദികളുടെ പട്ടിക നൽകാതെ മുന്നോട്ടില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പൊതുവെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി എത്തുമ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാനം പുലരും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഒരുപക്ഷെ ട്രംപുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിമർശനങ്ങൾ ഇതിനു മുമ്പ് നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആയിരുന്നു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും കുറവ് അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹം ഒരു യുദ്ധക്കൊതിയൻ അല്ല എന്നുള്ളതാണ്. മാത്രവുമല്ല ഒട്ടേറെ സമാധാന ചർച്ചകളിൽ അടക്കം ട്രംപ് സാന്നിധ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമുക്കറിയാം, ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയുള്ള പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ട്. അവിടെ ഗാസ ഇസ്രായേൽ പോരാട്ടം ഒരു ഭാഗത്തുണ്ട്. സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, യമൻ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ സംഘർഷത്തിന്റെ ഭാഗമായി തുടരുന്നു. അതോടൊപ്പം തന്നെയാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടരുന്ന ഒരു പശ്ചാത്തലം. അവിടെയും സമാധാന ഉടമ്പടികളൊന്നും തന്നെ ഫലം കാണാത്ത സാഹചര്യം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയായിരിക്കും. ഒപ്പം ഇന്ത്യയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാരോഹണം തന്നെയാണ് ഇന്ന് നടക്കുന്നത്. കാരണം
നേരത്തെ തന്നെ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൊണാൾഡ് ട്രംപ് ഏറ്റവും മികച്ച ബന്ധം പുലർത്തിയിരുന്ന ഒരു പക്ഷേ ലോക നേതാക്കൾക്ക് ഇടയിൽ ഉള്ള ബന്ധം എന്നതിനപ്പുറത്ത് വ്യക്തിപരമായ ബന്ധം കൂടി പുലർത്തുന്ന രണ്ട് നേതാക്കൾ ആണ് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും. അതുകൊണ്ട് തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് അദ്ദേഹം ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. വിജയിച്ചതിന് ശേഷം ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് അടക്കം ഡൊണാൾഡ് ട്രംപ് എത്തുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് എത്തുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം വഹിച്ചത് ഇലോൺ മസ്ക് ആയിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. അവിടെ ഇലോൺ മസ്കിന്റെ പുതിയ ടെക്നോളജി എന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട നൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ കണ്ടെത്തുക എന്നതാണ്. ഇവിടെ അശ്വതി ഒരു കാര്യം എടുത്തു സൂചിപ്പിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപദേഷ്ടാവായി ഒരു ഇന്ത്യൻ വംശജനെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളതും തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുമാണ്. അത് ഒരു പരിധിവരെയെങ്കിലും അമേരിക്കയിൽ എതിർപ്പുകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ക്യാബിനറ്റ് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട പദവികളിൽ നിലവിൽ ഡൊണാൾഡ് ട്രംപ്, അതായത് അദ്ദേഹം അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്ന നിയുക്ത പ്രസിഡന്റ് എന്ന നിലയിൽ 7 ഇന്ത്യൻ വംശജരെ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ അദ്ദേഹം നിയമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് അമേരിക്കയിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ അടക്കം ഡൊണാൾഡ് ട്രംപ് ഊന്നിയ വിഷയങ്ങളിൽ ഒന്ന് കുടിയേറ്റങ്ങൾ അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു. അനധികൃത കുടിയേറ്റങ്ങൾ അവസാനിപ്പിക്കും, അമേരിക്കയെ കൂടുതൽ സുരക്ഷിതമാക്കും, അമേരിക്കൻ ജനതയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും, അങ്ങനെ തദ്ദേശീയമായി ഒരിക്കൽ കൂടി സ്വയം പര്യാപ്തത കൈവരിക്കാൻ അമേരിക്ക തയ്യാറാകും, അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ അവസരം നൽകും. ഇങ്ങനെ വാഗ്ദാനം നൽകിയ ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട പദവികളിലേക്ക് അടക്കം അമേരിക്കക്കാരൻ അല്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള അമേരിക്കക്കാരെ അടക്കം എന്തുകൊണ്ട് നിയമിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് H-1B വിസ ആണ്. അതായത് അമേരിക്കയിലെ ജോലി ചെയ്യുന്ന വിദേശികളിൽ H-1B വിസ സ്വന്തമാക്കിയിട്ടുള്ളവരിൽ ഏതാണ്ട് 70% ഇന്ത്യക്കാർ ആണ്. ഇങ്ങനെയുള്ള വിസ നടപടികളിൽ കൂടുതൽ കടുത്ത നിലപാട് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇത് ഒരു പക്ഷേ ഇന്ത്യൻ കമ്പനികൾക്ക്, അതായത് അമേരിക്കയിലെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ വിസ നടപടി കൂടുതൽ കടുപ്പിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ ഇപ്പോഴും ഇന്ത്യൻ ജനത അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമുണ്ട്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുമായി. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ അടക്കം ഇന്ത്യക്ക് അനുകൂലമാകുന്ന നിലപാട് സ്വീകരിക്കും അമേരിക്ക എന്ന പ്രതീക്ഷയാണ് പുലർത്തുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വിജയത്തിനു വേണ്ടി നേതാക്കൾ പറയുന്നത് പോലെയുള്ള പ്രവൃത്തികൾ തന്നെയാകണം അധികാരത്തിലെത്തുമ്പോൾ ഇവർ നടത്തുന്നത് എന്ന് നമുക്ക് വിലയിരുത്താനാകില്ല. നിലവിൽ ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ ചടങ്ങിനെ നോക്കിക്കാണുന്നത്. അശ്വതി. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയ. 47ാമത് പ്രസിഡന്റായിട്ട് ട്രംപ് നാളെ അധികാരമേൽക്കുന്നു. ഇനി ട്രംപ് ദിനങ്ങളാണ്. നമുക്കറിയാം -12 ഡിഗ്രിയാണ് വാഷിംഗ്ടണിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്, തണുപ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് അകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്, ക്യാപിറ്റോൾ മന്ദിരത്തിന് അകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിലും പ്രത്യേകതയുണ്ട്. 40 വർഷത്തിന് ശേഷമാണ് ഈ തുറന്ന വേദിയിൽ നിന്ന് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് അകത്തേക്ക് ആക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളോടെ ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ നേരത്തെ KP അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഉറ്റുനോക്കുകയാണ് നാം. ഇനി എന്താണ് ട്രംപിന്റെ കളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഉറ്റുനോക്കുകയാണ് അമേരിക്കയിലേക്ക്.